Hello, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇപ്പം ഓൾറെഡി എന്താ പറയാ, ചില സിറ്റുവേഷൻസ് എനിക്കറിയാം, നിങ്ങൾ റീഡിങ് കാണുമ്പോൾ തന്നെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ ക്ലാരിറ്റി ഒക്കെ കിട്ടാനായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇരിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുള്ള ചില എല്ലാവരും എപ്പോഴും റീഡിങ്സ് കാണുന്നുള്ളത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറിന്റെ. ബട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ കൂടുതലായിട്ട് ഒരു ഡിവൈനുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം സെൽഫ് ലവ് ഇമ്പോർട്ടന്റ് ആണ്. എന്തിനും നമുക്കൊരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് സെൽഫ് ലവ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്. സോ നിങ്ങൾ അത് ചിന്തിക്കുക കേട്ടോ. കാരണം മിക്കവരോടും ഞാൻ ഗൈഡൻസ് കൊടുക്കാൻ, നമ്മുടെ റീഡിങ്സിലൊക്കെ ഞാൻ വളരെയധികം ഗൈഡൻസ് തരാറുണ്ട്. പ്ലസ് നമ്മുടെ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്കും ഒക്കെ ഞാൻ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ബട്ട് ആരും സെൽഫ് ലവ് ചെയ്യുമോ, എന്താ പറയാ, അവരോട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയോ ചെയ്യാറില്ല. മിക്കപ്പോഴും നിങ്ങളുടെ വൈബ്രേഷൻ റേസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഹൈ ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോഴാണ് കണക്ഷനിൽ ഒത്തിരി ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നത്. സോ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് വലിയ നല്ല കാര്യമല്ല. കാരണം എപ്പോഴും നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആണെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഓർത്തും നമ്മളുടെ ഉണ്ടാവില്ല. സോ എപ്പോഴും നമ്മളാണെങ്കിലും ഇപ്പം നമുക്ക് വാല്യൂ തരാത്ത ഒരാളുടെ പുറകെ നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിയും, അവരൊരു മനുഷ്യനാണ്. അപ്പോൾ അവരും എന്താ പറയാ, അവർക്ക് അട്രാക്റ്റഡ് ആവുന്ന ഒരു എനർജിയുടെ പുറകിലേക്ക് അവർ പോകുന്നുണ്ടാവും. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കി അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതൊരു ഗൈഡൻസ് ആണ്, നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളുടെ കണക്ഷനിൽ എപ്പോഴും, മിക്കപ്പോഴും. കാരണം റീഡിങ്സിലും മെയിൻ ആയിട്ടും എനിക്ക് ആ ഒരു എനർജീസ് ആണ് പിക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ എനർജിക്ക് ഒത്തിരിയധികം ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയാം. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ന്യൂ മൂണില് എന്തെങ്കിലും ചേഞ്ചസ് ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടോ? ന്യൂ മൂൺ എനർജി അപ്ഡേറ്റ്സ് പ്ലീസ് ഡിവൈൻ. ന്യൂ മൂൺ എനർജി അപ്ഡേറ്റ്സ് പ്ലീസ് ഡിവൈൻ. ഏഞ്ചൽസ്, യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, 9 ഓഫ് വാൻഡ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫസ്റ്റില് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് വാൻഡ്സ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഒത്തിരി കാർഡ്സ് വന്നിട്ടുണ്ട്, നമ്മൾ ഇത്രയും കാർഡ്സ് എടുക്കത്തില്ല. ടവർ മൂവ്മെന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഫുൾ മൂൺ എനർജി ചേഞ്ചസ് പ്ലീസ്. ഫുൾ മൂൺ എനർജി ചേഞ്ചസ് പ്ലീസ് ഡിവൈൻ. ഓക്കെ, ദി ചാരിയറ്റ് ആൻഡ് കിങ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക്, ഏസ് ഓഫ് കപ്സ്. Ace of Cups. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ന്യൂ മൂൺ എനർജീസ് ആണ് നമ്മൾ നോക്കുന്നുള്ളത്. എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു എനർജി, ഈ ഒരു ന്യൂ മൂണിൽ ഒത്തിരിയധികം ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ നോക്കി കാണുന്ന ഒരു എനർജി, നിങ്ങളുടെ കണക്ഷനെ നോക്കി കാണുന്ന ആ ഒരു എനർജി ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ഡിസപ്പോയിന്റ്മെന്റിന്റെ എനർജിയിലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഇവരുടെ എനർജി ഒത്തിരി അധികം ഡ്രെയിൻഡ് ആയി പോകുന്നുള്ള എനർജീസ്. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഒരു തരത്തിലും ഇപ്പൊ ഒരു പാർട്ടിക്ക് പോകുന്നു എന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ വർത്താനം പറഞ്ഞ് അടിച്ചു ഓടിച്ച് നടക്കുന്നു, എന്നാൽ നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് തോന്നിക്കത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവരായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് എന്തും ആയിക്കോട്ടെ, അതിപ്പോ ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ, ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിട്ട് ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും ഇവർ ശരിക്കും ഒറ്റയാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു മൊമെന്റിൽ. ഓക്കെ, സോ എന്തൊരു കാര്യത്തിനും നമുക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ആക്ഷനും എടുക്കാനും നമ്മളിപ്പോ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അതുപോലത്തെ ഒരു എനർജീസിലാണ് ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സണെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. സോ അൺഡിസൈഡഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. ലൈക്ക് അത് മാത്രമല്ല,
ഇവിടെ ഫയർ സൈൻ ആണ് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ സജിറ്റേറിയസ് സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ ഇവിടെ ക്യാൻസേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ലിബ്ര, സ്കോർപ്പിയോ എനർജീസും ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസും നമുക്ക് ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. സി ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഫോർ സം ഓഫ് യു റീസെന്റ് നിങ്ങളുടെ കണക്ഷനിൽ ഒരു പെട്ടെന്ന് സഡൻ ഒരു ചേഞ്ചസ് ആയിരിക്കാം നിങ്ങളുടെ കണക്ഷനിൽ വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഈ ഒരു ഫുൾ മൂൺ എനർജീസിലും ഒരു സഡൻ ചേഞ്ചസ് ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതിപ്പോ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് ആയിക്കോട്ടെ, നേരത്തെ ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്താ അധികം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഇവർക്ക് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാരണം ഇവര് എത്ര കാലം കണക്ഷനിൽ, ഇതിനു മുമ്പ് ഈ ഒരു കണക്ഷനിൽ പാസ്റ്റ് ടൈം എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർ ഒത്തിരി അധികം നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ എന്താ ഒത്തിരി അധികം നിങ്ങളെ ഹാപ്പി ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ സ്റ്റിൽ നിൽക്കണം എന്ന്, ഈ ഒരു വ്യക്തി സ്റ്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഒരു പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവ്, ആ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളിപ്പം ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്ത് വന്ന് നിങ്ങളോട് ശരിക്കും നിങ്ങൾ തന്നെ സർപ്രൈസ് ആവുന്നുണ്ടാവും. ഈ ഒരു വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒരു പുതിയ തുടക്കം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയതായിട്ട് ഈ ഒരു കണക്ഷനെ ഒന്നും കൂടി സെറ്റ് ആക്കാം എന്നുള്ള രീതിക്ക് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട്, ചിലർക്കൊക്കെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ സം ഓഫ് യു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇതുവരെ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓൺലൈനിലൂടെ ആയിരിക്കും ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. ഇത് റിലീജിയസ് ഫാക്ടർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരും, ഒരാൾ മാരിഡ് ആയിരിക്കാം, അൺമാരിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരാൾ സിംഗിൾ ആയിരിക്കാം, ഓക്കെ, എന്തൊക്കെയോ ഡിവോഴ്സി ആയിരിക്കാം. അങ്ങനത്തെ എന്തൊക്കെയോ ഒരു ഡിഫറൻസസ് നിങ്ങൾക്കറിയാം. നിങ്ങൾ തമ്മിൽ എന്ത് ഡിഫറൻസസ് ആണുള്ളത്? ഡിഫറൻസസ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിംഗ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഒരു വ്യക്തി എന്താണ് ഇപ്പോഴും സ്റ്റിൽ ഈ ഒരു ടൈമിലും ഇവരുടെ ഇമോഷൻസ് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഓവർഫ്ലോയിങ് ഓഫ് ലവിന്റെ എനർജീസ് ആണ്. പക്ഷെ ആ ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവ് എന്താണ്, നമ്മളിപ്പോ എന്ത് കാര്യമാണെങ്കിലും എക്സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കും കാര്യമുള്ളത്. നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല യെസ് ഈ ഒരു വ്യക്തിക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പൊ അവർ ചിന്തിക്കുന്ന എന്താണ്, എന്നോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇല്ല, ഞാനുമായിട്ട് കണക്ട് ആവാൻ, അങ്ങനത്തെ ഒരു എനർജീസ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും എന്താ പറയാ, അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതൊരു ഒരു ഫുൾഫിൽമെന്റിന്റെ എനർജിയിലേക്ക് വരുന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ബട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു ബാലൻസ് വേണം. ഇതുവരെ ഈ ഒരു കണക്ഷൻ ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഈ ഒരു ന്യൂ മൂണിന്റെ എനർജി. ന്യൂ മൂൺ ഇന്നലെ ആയിരുന്നു. ഇനി കുറച്ചങ്ങോട്ടുള്ള ടൈമിൽ ഈ ഒരു ജസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ ഒരു 6-7 ഡേയ്സിനൊക്കെ ഉള്ളിൽ, നിങ്ങൾക്ക് 9 ഡേയ്സിനൊക്കെ ഉള്ളിൽ, നിങ്ങൾക്ക് ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50-60 ഡേയ്സിനൊക്കെ ഉള്ളിൽ ചിലർക്കൊക്കെ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിയായിട്ട് ഇവർ നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നുണ്ടാവും. ചിലർക്കൊക്കെ 6 മന്ത്, ആഫ്റ്റർ 6 മന്ത് ആ ഒരു എനർജി, അല്ലെ 6 മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആവും, റീകൺസിലേഷൻ പോസിബിൾ ആവും. ഈ ഒരു വ്യക്തി നിങ്ങളോട് 6 മാസത്തിനുള്ളിൽ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, സോ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ന്യൂ മൂൺ എനർജി അപ്ഡേറ്റ്സ് പ്ലീസ്. ന്യൂ മൂൺ ചേഞ്ചസ് പ്ലീസ് ഗൈഡ് മീ. ന്യൂ മൂണിൽ എന്ത് ചേഞ്ചസ് ആണ് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന് വന്നിട്ടുള്ളത്? എക്സിസ്റ്റൻസിന്റെ എനർജീസ് ആണ്, ദി യൂണിവേഴ്സിന്റെ എനർജീസ് ആണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാർഡ് മെജിഷ്യൻ ആണല്ലേ ഫസ്റ്റ് കാർഡ് വരുന്നത്. മെജിഷ്യന്റെ എനർജീസ് ആണ്. The 5 of Wands ആണ്. Receptivity. Okay, thank you so much. Bottom of the deck, the outsider. ഐ തിങ്ക് റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ഒരു ഔട്ട്സൈഡറിന്റെ എനർജീസ് ആണ് ഈ ഒരു കണക്ഷനിലുള്ളത്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. ഒരിക്കലും നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾ എന്റെ ലൈഫിലേക്ക് വരരുത്, നിങ്ങൾ ഞാനുമായിട്ട് കണക്ട് ആവരുത് എന്നൊന്നും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല.
ബട്ട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുള്ള ഒരു മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൗണ്ടറി ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ ഒത്തിരി ടോട്ടലി ചേഞ്ച് ആയി. യെസ്, ഈ ഒരു എനർജിയും നല്ലത് തന്നെയാണ്. നിങ്ങൾ ചേഞ്ച് ആയി എന്നുള്ള ഒരു എനർജി വരുന്നത് കൊണ്ടാണ് ഇവർ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത്, നിങ്ങളായിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുള്ളത് കേട്ടോ. സോ ഈ ഒരു എനർജിയിലാണ് നിങ്ങളൊരു മൈൻഡ്, നിങ്ങൾ എന്താ യൂണിവേഴ്സുമായിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആയി സ്പിരിച്വൽ അവേക്കനിങ് എനർജിയിലാണ്. സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഇന്നർ വർക്കിലൊക്കെ ഫോക്കസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻസും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന്റെ ചേഞ്ചസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ആ ഒരു ന്യൂ മൂൺ ഒത്തിരി അധികം ഈ ഒരു വ്യക്തി എഫക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു എനർജീസ് നമുക്ക്. കാരണം ന്യൂ മൂണിന്റെ എനർജിയിൽ പലപ്പോഴും നമുക്ക് ഇമോഷണൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്, ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്, ചിലർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീലിംഗ് ട്രിഗർ ചെയ്യുന്നുണ്ടാവും ഒത്തിരി അധികം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിനെ ഒത്തിരി അധികം ട്രിഗർ ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം. ആ ന്യൂ മൂണിന്റെ എനർജിയിൽ ഒത്തിരി അധികം ഒരു വ്യക്തി ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും വട്ട് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, എനിക്ക് ആരും ഇല്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നിങ്ങളുമായിട്ട് വീണ്ടും കണക്ട് ആവണം. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ഒത്തിരി അധികം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ടില്ല, സ്റ്റിൽ നിങ്ങൾ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചില സിറ്റുവേഷൻസ് ഒക്കെ മനസ്സുകൊണ്ട് മടിച്ചു പോകത്തില്ല, ഇനി ഞാൻ അങ്ങോട്ടേക്ക് ആക്ഷൻ എടുക്കും. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള എനർജീസ് ആണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടേക്ക് കൈയും കാലം പിടിക്കാൻ നിൽക്കുന്ന എനർജീസ് ആണെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആണ്. ഇനി നിങ്ങൾ മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ചേഞ്ചസ് ഈ ഒരു കണക്ഷനിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയിട്ട് പറയുകയാണ്. വെറുതെ ഷുഗർ കോട്ട് റീഡിങ്സ് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ആണ്. നിങ്ങൾ കരഞ്ഞു കൂടി നിലവിളിച്ചിരിക്കുകയാണ്, കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ എനർജി റെസനേറ്റ് അല്ല. നിങ്ങൾ സ്ട്രോങ് ആണ്, അവർ വരുമ്പം വരട്ടെ. പക്ഷെ എന്നാലും നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിങ്സ് അത് വേറൊരു കാര്യം, അത് ഇഷ്യൂസ് അല്ല. ബട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇനി അയാൾ വരുന്നെങ്കിൽ വന്നാൽ മതി എന്നുള്ളൊരു എനർജി, വരുന്നെങ്കിൽ വരട്ടെ, ഞാനായിട്ട് അങ്ങോട്ട് പോവില്ല എന്നുള്ളൊരു എനർജിയിലാണെങ്കിൽ ഓക്കെ ഫൈൻ. ഈ ഒരു എനർജി നിങ്ങൾക്ക് കറക്റ്റ് ആണ്, റെസനേറ്റ് ആണ്. ഓക്കെ, ഈ ഒരു വ്യക്തി പാസ്റ്റിലെ കാര്യങ്ങൾ കുറെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കണക്ഷനിൽ പാസ്റ്റിൽ ഇയാൾ എന്താണ് ചെയ്തത്, ഇനി ആഗ്രഹിക്കുന്ന ഒരു എനർജി. ഞാൻ പറഞ്ഞു ഒരു ന്യൂ ബിഗിനിങ് ചെയ്യും എന്നുള്ളത്. ആ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുമ്പോൾ പഴയ മിസ്റ്റേക്സ് ഒന്നും റിപ്പീറ്റ് ആവാതിരിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഫോർ സം ഓഫ് യു നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം ഈ റീഡിങ് നോക്കുന്നുള്ളത്. അങ്ങനെയാണെങ്കിലും ഹസ്ബൻഡിന്റെ എനർജീസ് ഇതാണ്. പഴയ മിസ്റ്റേക്സ് ഒന്നും ആവർത്തിക്കാതെ നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക്, നിങ്ങളും മക്കളുമായിട്ട് ഒരു ഹാപ്പി ലൈഫിലേക്ക്, മുന്നോട്ടേക്ക് ഒരു ഹാപ്പി ഫാമിലി എന്നുള്ള ഒരു എനർജിയിലേക്ക് പോകാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു ഇടപെടൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിക്ക് ഒരു അവേക്കനിങ് എനർജി, ഒരു എൻലൈറ്റ്മെന്റിന്റെ എനർജീസ് നമുക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ചേഞ്ചസ്, ഇപ്പം ഒട്ടും ചേഞ്ച് ആവത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പെട്ടെന്ന് ചേഞ്ച് ആവുമ്പോൾ നമുക്കൊരു അതിശയം വരും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് ഒന്നും ഒരിക്കലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് ഇനി ഒരു വ്യക്തി വരാൻ പോകുന്നുള്ളത്. കാരണം ഇവിടെ പലയിടത്തും ഇവർ പോയി നോക്കി, ഞാൻ ഹാപ്പി ആവും, എനിക്കില്ലെങ്കിലും മൂവ് ഓൺ ചെയ്യാം എന്നുള്ള ഒരു എനർജിയിൽ ഇവർ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അതിന് പറ്റിയിട്ടില്ല. അപ്പം ഫൈനലി എന്താണ്, ഇനി ഒരു ഓപ്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ്. പലയിടത്തും നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് ഒരു വ്യക്തി പോയിട്ടുണ്ട്, മറ്റുള്ളവരോട് സംസാരിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവാം മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ, പക്ഷെ ആയിട്ടില്ല. നിങ്ങൾക്ക് പറയാം നിങ്ങൾ മാത്രം എന്നുള്ള ഒരു എനർജിയാണ് ഇവരുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു റിയലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ റിട്ടേൺ വരാൻ പോകുന്നുള്ളതും. അതർവൈസ് നോട്ട്. ഓക്കെ, സോ ഓക്കെ, നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, ന്യൂ മൂൺ എനർജി പ്ലീസ്. ന്യൂ മൂൺ എനർജിയിൽ എന്തൊക്കെ എനർജി ഷിഫ്റ്റ് ആണ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്, ഈ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ളത്? Please guide me. Dreams need a practical plans, a personal issues, riches resolution. A new start is coming and have faith in your dreams. Here is a personal issues, reaches resolution, divine high priestess. Why here is you need dreams need a practical plan. Please clarify this card, divine. Please guide me.
സി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇവിടെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വ്യക്തി നിങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്ന് ഓൾറെഡി കുറച്ചു പേർക്കൊക്കെ അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നിൽക്കുകയായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ഇവിടെ ഒരു ന്യൂ സ്റ്റാർട്ട് എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്. കാരണം ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് എന്നുള്ള ഒരു എനർജീസ് ആണ്, ന്യൂ മൂണിന്റെ എനർജീസ് ആണ് ഗൈസ്. ഓ ഗോഡ്, ഇത് വളരെ മിറാക്കിൾ ആയിപ്പോയി. ന്യൂ മൂണിൽ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്, ന്യൂ മൂണിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് എനർജീസ് ആണ്. ക്ലെയിം ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് പക്കായാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു പുതിയ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്നത്. ന്യൂ മൂൺ എനർജീസ്, ഞാനത് ശ്രദ്ധിച്ചില്ല. ന്യൂ മൂൺ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്, ന്യൂ മൂണിന്റെ എനർജീസ് ആണ്. അപ്പോൾ ഒത്തിരി അധികം എനർജി ഷിഫ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി അധികം നിങ്ങളുടെ പേഴ്സൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പം ഇവിടെ ഈ ഒരു ഡ്രീംസ് മീഡ് പ്രാക്ടിക്കൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട്, സോ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ പോയിട്ട് ചേട്ടൻ വന്നല്ലോ, ഞാൻ ഇത്ര കാലം വെയിറ്റ് ചെയ്യായിരുന്നു ആയിരിക്കും എന്നുള്ള ഒരു എനർജിയിലല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിയർലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നല്ല, ഒരു ബൗണ്ടറിയിൽ വേണം നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് നിൽക്കാനായിട്ട്. പഴയതുപോലെ വലിയ സ്നേഹവും കാണിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അവരുടേതായിട്ടുള്ള പാട്ടിന് പോകുന്നുണ്ടാവും. സോ നിങ്ങളൊരു ബൗണ്ടറിയിൽ നിൽക്കാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് നിങ്ങൾ പിടികൊടുക്കാൻ നിൽക്കുന്ന ഒരു എനർജിയില്ലേ, ആ ഒരു എനർജിയിൽ നിൽക്കാനാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നുള്ളത്. സോ ഇറ്റ്സ് ടൈം ടു ട്രസ്റ്റ് യുവർ നിങ്ങളുടെ ഇൻസ്റ്റിക്ട്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് പറയുന്നുണ്ടാവും, ഞാൻ ഇന്നർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാനാണോ ഓൾറെഡി ഏഞ്ചൽസും യൂണിവേഴ്സും പറയുന്നുള്ളത്. ഓക്കെ, സോ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ചൊരു ഡ്രീം കാണുന്നുണ്ടാവാം, സൈൻസ് കാണുന്നുണ്ടാവാം, സിമ്പിൾസ് കാണുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട്, സിങ്ക്രോണിസിറ്റീസ് പലതരത്തിലുള്ള നിങ്ങൾ കാണുന്നുണ്ടാവാം. അത് ഈ ഒരു റീകോൺസിലേഷന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. അപ്പം ഏഞ്ചൽസ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നതാണ്. സോ നിങ്ങൾ അതിനെ ആ ഒരു എനർജീനെ അക്സെപ്റ്റ് ചെയ്യുക, അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓൾറെഡി ആ ഒരു എനർജി വരുമ്പോൾ താങ്ക് യു സോ മച്ച്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു, ഞങ്ങൾ രണ്ടുപേരായിട്ടുള്ള ന്യൂ ബിഗിനിങ് വന്നു, അതിന് ഞാൻ നന്ദിയുള്ളതാണ് എന്ന് നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രസന്റ് ടെൻസിൽ പറയുക. കാരണം അത് നിങ്ങൾക്ക് അട്രാക്ട് ആവാനായിട്ടാണ് ആ ഒരു എനർജി. എപ്പോ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം അഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഏറെക്കുറെ 11 ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് 11 ഭയങ്കര പവർഫുൾ. എന്ന് വെച്ചാൽ ആ ടൈമിൽ നിങ്ങൾ എന്ത് പ്രസന്റ് ടെൻസിൽ മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് 11. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 11 ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ ഭയങ്കര പവർഫുൾ ആണ് 11. യൂണിവേഴ്സ്, എൻ്റെ യൂണിവേഴ്സ് നിങ്ങളെ കേൾക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് 11 ഉള്ളത്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഒരു മിനിറ്റ് വെള്ളം കുടിച്ചോട്ടെ. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് കിട്ടും എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, വളരെ പോസിറ്റീവ് ആയിട്ട്. കാരണം ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് ഇൻ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് കിട്ടി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പറഞ്ഞു ന്യൂ ബിഗിനിങ് ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് ന്യൂ മൂണിന്റെ എനർജീസിന്റെ ചേഞ്ചസ് തന്നെയാണ് ഓരോ വ്യക്തികളെയും ന്യൂ മൂൺ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഓരോ സർവ്വ ജീവജാലങ്ങളെയും ഇൻഫ്ലുവൻസ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ചിലർക്കൊക്കെ എങ്കിലും ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നവരാണെങ്കിൽ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് എപ്പോൾ ചെയ്യുന്നു അപ്പോഴായിരിക്കും ഈ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.